ലൈറ്റുകൾ തെളിയിച്ച് ഇരുട്ട് വീണ വഴിത്താരയിലൂടെ ചീറിപ്പായുന്ന വണ്ടികൾ. അതാ ഒരു ഫുഡ് സ്ട്രീറ്റ്. കോഴി പൊരിക്കുന്നു, പുട്ടു പുഴുങ്ങുന്നു, ഉണ്ട പരത്തുന്നു, അടിച്ചു കീറുന്നു, അവസാനം തള്ളിക്കേറ്റുന്നു. ഇതാണ് ഈ വീഡിയോ. തീർന്നു എന്ന് പറഞ്ഞ ഉടനെ കൊല്ലം ചിന്നക്കടയിലെ ഒരു രാത്രി. PWD റെസ്റ്റ് ഹൗസിൽ താമസിച്ച ദിനമായിരുന്നു അത്. പകലത്തെ കുറെ യാത്രയ്ക്ക് ശേഷം വൈകുന്നേരം കിടന്നൊന്ന് വിശ്രമിച്ചിട്ട് രാത്രിയിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ബൈക്കിൽ കയറി രാത്രി കറങ്ങുന്നതിന് പകരം ഇളം കാറ്റുകൊണ്ട് ചെറിയൊരു നടത്തം. ചിന്നക്കട എന്നാണ് പേരെങ്കിലും പെരിയ കടകളും ഇങ്ങ് ഇറുക്കെ. ഇപ്പൊ ഇറങ്ങിയതിന് രണ്ടാണ് ഉദ്ദേശം. ഒന്ന് കാറ്റ് കൊള്ളാൻ, പിന്നെ രാത്രിയുടെ സ്ട്രീറ്റ് എക്സ്പീരിയൻസ്. നല്ല ലോക്കൽ ഫുഡ്, അതായത് തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും തട്ടുകയും വേണം. പണ്ട് തൊട്ടേ വിദേശ രാജ്യങ്ങളുമായി വരെ കച്ചവട ബന്ധമുണ്ടായിരുന്ന വളരെ പ്രശസ്തമായ വ്യാപാര കേന്ദ്രമാണ് ഈ ചിന്നക്കട. കൊല്ലം പട്ടണത്തിന്റെ സ്ഥിരാകേന്ദ്രം. പഴയ വാസ്തുവിദ്യാ ശൈലിയിൽ പണിത ധാരാളം വാണിജ്യ കെട്ടിടങ്ങൾ കാണാം. അതേസമയം തന്നെ വലിയ ലക്ഷൂറിയസ് പർച്ചേസ് സെന്ററുകളും ഷോപ്പിംഗ് മാളുകളും ഇവിടെയുണ്ട്. രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ പൂക്കടയുണ്ട്. ഇതാണ് അടുത്ത് തന്നെയുള്ള RP മാള്. ഒന്ന് കയറി കണ്ടേക്കാം. രാത്രി ഇത്രയും വൈകിയത് കൊണ്ടാണോ എന്നറിയില്ല, വലിയ തിരക്കില്ല. രാത്രി 10 മണി വരെ ഇത് ഓപ്പൺ ആണ്. 3-4 ഫ്ലോറിൽ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് അനുഭവം തരാൻ കഴിയുന്ന ഒരു മാൾ. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികളിൽ ഒരാളായ B. രവിപിള്ളയുടെ RP ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഈ മാൾ. കുറെ കമ്പനികളുടെ ബ്രാൻഡുകളുടെ ഷോപ്പുകൾ ഇവിടെ കാണാം. കൊല്ലത്തെ ഹൈ സ്ട്രീറ്റിലാണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത്. RP മാൾ മുമ്പ് K മോൾ അഥവാ കൊല്ലം മാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഞങ്ങൾ കുറച്ചേ കണ്ടുള്ളൂ. ചുമ്മാ ഒന്ന് ഓടി നടന്ന് കണ്ടു. ഇവർക്ക് ഈ RP മാള് വേറെ ജില്ലയിലും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പിന്നീട് അറിഞ്ഞത് ഇവിടെ 6-7 നിലയുണ്ടെന്നാണ്. ശരിയാണോ എന്ന് അറിയാമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സമയം കളയാതെ ഇപ്പം തന്നെ കാച്ചിക്കൂ. പിന്നെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഞങ്ങളുടെ ചാനൽ ജോയിൻ ചെയ്യാം. നടത്തം കഴിഞ്ഞ് തിരികെ നമ്മൾ താമസിക്കുന്ന PWD റെസ്റ്റ് ഹൗസിന്റെ മുമ്പിൽ റോഡിന്റെ അപ്പുറത്തുള്ള ഒരു ഫുഡ് സ്ട്രീറ്റിലാണിപ്പോൾ. നല്ല കിടിലൻ ഫുഡുകളുടെ മണം മൂക്കിലേക്ക് ഇരച്ചു കയറുന്നുണ്ട് സുഹൃത്തുക്കളെ. കുറെ കടകളുണ്ടല്ലോ. പൊറോട്ടയുണ്ട്, പുട്ട്, ദോശ, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, കൊത്തു പൊറോട്ട, കപ്പ ബിരിയാണി, കറിയാണെങ്കിൽ പോത്ത് റോസ്റ്റ്, പോത്തിൻ്റെ വാരിയൽ, താറാവ് റോസ്റ്റ്, ചിക്കൻ കറി, നല്ല കറി, മീൻ കറി, ബോട്ടി കറി, ലിവർ, ചിക്കൻ ഫ്രൈ, കാട ഫ്രൈ, ചില്ലി ചിക്കൻ, ബീഫ് ചില്ലി, BDF, പെപ്പർ ചിക്കൻ, പെപ്പർ ബീഫ്, സീ ഫുഡ് നമുക്ക് എന്തുകൊണ്ട് കാണാനുണ്ട്. കൊഞ്ചുണ്ട്, നെത്തോലി ഫ്രൈ ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, തലക്കറി ഉണ്ട്. അളേ ഇവിടുത്തെ മെനു കേട്ടോ. അമ്മച്ചിയെ ഒരു ചെമിട് സാധനം. നമുക്ക് തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചാൽ മതി, എല്ലാം കൂടി വേണ്ട. ഈ സമയത്ത് ഇവിടെ എന്തോരം ആൾക്കാരാണ്. ഒരു ഒറ്റയൊരെണ്ണത്തിന്റെ വീട്ടിലും കഞ്ഞിവെപ്പില്ലെന്ന് തോന്നുന്നു. ചുമ്മാ പറഞ്ഞാണ് സുഹൃത്തുക്കളെ. ഇതൊരു വെറൈറ്റി വൈബാണ്. കാക്കാട കട, പ്രതീക്ഷ സീ ഫുഡ് കോർണർ, മിസ്റ്റർ ഷെഫ്, അങ്ങനെ കുറേ കടകളുണ്ട്. നമുക്ക് ആദ്യം ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ട് വയർ നിറയ്ക്കാം. ഇത് കാക്കാട തട്ടുകടയാണ്. നൂഡിൽസ് ചെക്കൻ ചീനിച്ചട്ടിയിലിട്ട് അമ്മാനമാടുകയാണ്. അവസാനം ആ കരിയാതെ കറക്റ്റ് മൂപ്പിന് പ്ലേറ്റിലേക്ക് തട്ടിയ ആ തട്ട് കണ്ടോ മോനെ. ആരാണ് ഇവിടെ എണ്ണയിൽ കിടന്ന് മൊരിയുന്നത്? ചെക്കൻ ചിക്കൻ വറക്കുകയാണ്. ചുവന്ന് തുടുത്ത് എണ്ണയിൽ കിടന്ന് ഇളകണ ഇളക്കം കണ്ടോ. അപ്പം തന്നെ പിടിച്ച് വായിലിടാൻ തോന്നും. പക്ഷെ വാവുള്ളൂ. ഞെട്ടിയില്ലെങ്കിൽ ഞെട്ടിക്കോളി. മെനു കണ്ടല്ലോ, ഇനിയും കണ്ടില്ല എന്ന് പറയരുത്. വില നിലവാരമൊക്കെ ഇപ്പം മാറിയോന്നറിയില്ല. ഞങ്ങൾ പോയപ്പോൾ ഇതായിരുന്നു. ആഹാ, അപ്പുറത്ത് ഓംലേറ്റ് പൊരിയും പൊറോട്ട അടിയും നടക്കുന്നുണ്ട്. നമുക്കിനി അത് പോയി കാണാം. പാചകം ചെയ്യും തിരക്ക് കണ്ടോ. സൗകര്യം അല്പം കുറവാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ആവി പറക്കണ ബീഫ് വഴറ്റിയത് കണ്ടോ സാറേ. കൊതിപ്പിക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ കൈകൾ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല. ഭാഗ്യം പയ്യൻ അടച്ചു. കൊച്ചു കോഴിയെ പൊരിച്ചെടുക്കുകയാണ്. പുറം നല്ല ക്രിസ്പി കരമുറാൻ. പിന്നെ
അകത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതെന്താണ്? ഓ മൈ ഗോഡ്, പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത താറാവ് കറി. അതിൻ്റെ ഗ്രേവിയുടെ തിക്നെസ് കണ്ടോ? ഇതാണ് ബീഫ് കറി. എല്ലാ സാധനവും ഉണ്ട്. പൊറോട്ട പരത്തുന്ന ചേട്ടൻ വീശി അടിച്ച് നടുവെ പിളർന്ന് ചുരുട്ടി വെക്കുന്നുണ്ട്. ചുരുട്ടിയ ഉണ്ടകൾ കൈകൊണ്ട് പരത്തി നേരെ കിശ് കിശാന്ന് കേൾക്കുന്ന കല്ലയിലേക്ക് നിരത്തിയിടുന്നു. തിരിച്ചും മറിച്ചുമിട്ട് ചുട്ടടുക്കി വെച്ച് തല്ലി ചെതറിക്കുകയാണ്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട കണ്ടോ? ചിക്കൻ ഫ്രൈ. ഇവിടെ പുട്ടുകുണ്ട. പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് പുട്ടുപൊടി വാരി നിറയ്ക്കുന്നു. മുകളിൽ ആവ് പറക്കുന്ന പുട്ടുകുറ്റികൾ. ഇതെല്ലാം കണ്ടു നിൽക്കാനുള്ള കെൽപ്പെനിക്കില്ല. എന്തായാലും നമുക്കുള്ളത് വാങ്ങിച്ചിട്ട് സ്ഥലം കാലിയാക്കാം. आपका नाम क्या है? आयशान आयशान आयशान. मेनू का पूरा अल्फाम शवाई शवर्मा പൊറോട്ട. മലയാളി അറിയാവുന്ന ബംഗാളി ഡെയിലി ഉണ്ട്. 4 മണിയുണ്ട്. വെളുപ്പിന് 4 മണിയാണ്. വെളുപ്പിന് 4 മണി. പകൽ എത്ര മണിക്കാണ് തുടങ്ങുന്നത്? പകൽ 3 മണി തുടങ്ങും. 3 മണിക്ക്. വൈകുന്നേരം 3 മണി കഴിഞ്ഞ് തുറക്കുന്ന ഈ സ്ട്രീറ്റിനെ വെളുപ്പിന് 4 മണി വരെ കാണും. അപ്പോൾ ഇതുവഴി വരുന്നവർ കയറിക്കോ, ന്യായമായ വിലയേ ഉള്ളൂ. നമുക്കുള്ളത് റൂമിൽ പോയി കഴിക്കാം. ഇവിടെ നിന്ന് കഴിച്ചാൽ ശരിക്കുള്ള അനുഭവം പറയാൻ പറ്റത്തില്ല. രാത്രി കുട്ടിനിക്കറും ബനിയനും വിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൊല്ലത്തിന് നൈറ്റ് വ്യൂസ് കാണാൻ വേണ്ടി പുറത്തു പോയി സാധനം പർച്ചേസ് ചെയ്തു. ഫുഡ് ഉണ്ടാക്കുന്നത് കുറേ കണ്ട് എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് പഴയ പോലെ തന്നെ പഴയ പൊറോട്ടയും ഗ്രേവിയും മറ്റേ ഓംലെറ്റും നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അടിപൊളി. ഇത് പക്ക നമ്മുടെ നാട്ടിലെ നല്ല എരിവുള്ള ഗ്രേവിയാണ്. നമ്മൾ മറ്റേ ഇതിന് മുമ്പ് കഴിച്ചപ്പോൾ ഒക്കെ ഈ ഗ്രേവി എന്ന് പറഞ്ഞാൽ അതിനൊരു മറ്റൊരു സ്റ്റേറ്റിന് ടച്ച് ഉണ്ടായിരുന്നു. ഇത് പക്ക നമ്മുടെ നാട്ടിലെ നല്ല നല്ല ഫയറി ഗ്രേവിയാണ്. നല്ല എരിവുള്ള അടിപൊളി. മുളകൊക്കെ എനിക്കൊന്ന് പച്ചമുളക് കൂടെ അരച്ച് ചിക്കൻ ചെയ്തിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എരിവുണ്ട് മച്ചാനെ. പൊളി സാധനമാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് സൂപ്പറായിരിക്കും. നമ്മുടെ സുഹൃത്തുക്കളെ, ആ ഗ്രേവിയിലോട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ആ പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് വായിലോട്ട് വെക്കുമ്പോഴുള്ള സുഖം. ബലേബിഷ്. നമുക്ക് ഓംലേറ്റ് ഗ്രേവിയും കൂട്ടി തൊട്ടാം. ചിക്കൻ ഗ്രേവിയും കൂട്ടി ഓംലേറ്റ്. ഗ്രേവി ആണെങ്കിലും ഇടയ്ക്കിടെ കൊച്ചു കൊച്ചു പീസുകളൊക്കെ വേണം കേട്ടോ. നമ്മൾ വൈകുന്നേരം ഇത് മേടിക്കുന്നതിന് വേറെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഹെവി ഒരു ഡോസ് അടിച്ചത്. ഹെവി എന്ന് വെച്ചാൽ ഹെവി ലോഡായിരുന്നു. 101 കിലോ ബിരിയാണി, 3 പീസ് ചിക്കൻ. ഈ ഗ്രേവി ചുമ്മാ തിന്നാൻ തോന്നുന്നു. ഭയങ്കര എരിവാണ്. പക്ഷേ എരിവുണ്ട്, അത് ഓർക്കണം. അതുകൊണ്ടാണ് ഉൾവലി ഉണ്ടാവും അടുത്ത ദിവസം. അതാണ് ഒരു കുഴപ്പം. ഗ്രേവിയൊക്കെ എത്ര എടുക്കുക. കണ്ണിൽ കൂടെ തീ പാറുന്നുണ്ട് ഇപ്പം. പക്ഷെ വിടാൻ തോന്നത്തില്ല, അത്രയ്ക്ക് അടിപൊളി. എന്തായാലും ഇന്നത്തെ യാത്ര എല്ലാം അടിപൊളിയായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറഞ്ഞാൽ കിട്ടിയതല്ല, എനിക്കൊന്നും ഭയങ്കര എൻജോയിങ് ആണ്. അതിന് എന്താ പറയുന്നത്, രാവിലെ തൊട്ട് യാത്രയായാലും
പിന്നെ അത് കഴിച്ച് PWD റെസ്റ്റ് ഹൗസ്, പിന്നെ ഇടയ്ക്കുള്ള ചെറിയ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തതാണ്. അതുകൊണ്ടാണ് സമയം ഒന്ന് എന്താ പറയുന്നത് ഫാസ്റ്റ് ഫോർവേഡ് ആയത്. ലാസ്റ്റ് ബൗളോ ഇതൊരു നല്ല ഗ്രേവി ആയിരുന്നു ഇല്ലയോ, നല്ല കോംബോ ആയിരുന്നു ഇല്ലയോ. റസിൻ കഴിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് റസിൻ പറഞ്ഞ് സൂക്ഷിക്കണമെന്ന്. പക്ഷേ പൊറോട്ടയുടെ മണ്ടയ്ക്ക് ഇത് ഒഴിച്ചില്ലെങ്കിലേ പൊറോട്ടയ്ക്ക് വിഷമമായാലും. എനിക്ക് തോന്നി ഈ കടയിൽ നിങ്ങൾ മേടിക്കുന്ന ഉറപ്പായിട്ടും 3 പൊറോട്ടയല്ല, ഒരു 5 പൊറോട്ട മേടിക്കുന്നത് നല്ലത്. ഗ്രേവിയോട് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് മാറ്റി വെച്ചേക്കാം. ഗ്രേവി ഓംലേറ്റ് എങ്ങനെയുണ്ട്? എൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഷോർട്സ് ഒക്കെ കിടപ്പുണ്ട്, അതിനകത്ത് നോക്കിയാൽ മതി. നല്ല എരിയുണ്ട് കേട്ടോ. ഇത് ഗ്രേവി ഭയങ്കര ടേസ്റ്റി കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. ഇപ്പം തന്നെ നമ്മൾ കഴിച്ച ഇത്രയും ഗ്രേവിയും കൂടെ തന്നെ വേണമെങ്കിൽ 5 പൊറോട്ട കഴിക്കാൻ പറ്റും. ഈ മൊത്തം എന്തുവാ ഒരു ഗ്രേവി കഴിച്ചാൽ നമുക്ക് വേണമെങ്കിൽ 10 പൊറോട്ട കഴിക്കാൻ അറിയത്ത് പോലും ഇല്ല, കഴിച്ചത് വെള്ളോട്ട് പോയെന്ന് തോന്നുന്നു. അമ്മാതിരി എരി ടേസ്റ്റുമാണ്. എന്തോ വെറൈറ്റി എന്തുവാ ഫുഡുകളാണ് അവിടെ ഉള്ളത്. ചൈനീസ് ഉണ്ട്, പിന്നെ നമ്മുടെ മീറ്റ് വിഭവങ്ങൾ എല്ലാം ഉണ്ട്, കുറേ ടൈപ്പ് വെറൈറ്റികൾ. പിന്നെ എന്ത് പറയുന്നത് പൊറോട്ട, പുട്ട്, ഇടിയപ്പം, നമ്മുടെ കപ്പ. മാത്രമല്ല ഇത് അവിടുത്തെ കച്ചവടം കണ്ടിട്ട് ഈ അടുത്തുള്ളവർ ആരും അവിടെ പോകാത്തവരായിട്ട് ആരും കാണത്തില്ല, അത്രയ്ക്കുണ്ട്. ആളും പോക്കറ്റ് ഫ്രണ്ട്ലി കേട്ടോ, പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾക്കിത് ഇത്രയും കൂടെ 90 രൂപ ആയതേ ഉള്ളൂ. ഇത് നല്ല കോമ്പോയാണ്, ഗ്രേവി ഓംലെറ്റ് ആൻഡ് പൊറോട്ട. അപ്പോൾ ഇത്രയും കൂടി ഞാൻ നിർത്തുക, ബിക്കോസ് നാളെ ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ മറ്റേ പാർട്ട്ണറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. എന്തോ ഗ്രേവി ഓൻ്റെ പരിപാടി എന്ന് അറിയാമല്ലോ, മൊത്തം കഴിച്ചു കളഞ്ഞു. പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ഏതാണ്ടൊക്കെ കൊണ്ട് കളയാൻ പോവാന്ന്. ഗ്രേവി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തട്ടി. എനിക്ക് തോന്നുന്നു ഇല ഉൾപ്പെടെ കഴിച്ചത് തോന്നുന്നു. അങ്ങനെ ആഹാരം കഴിച്ച് സുഹൃത്തുക്കളെ ചാച്ചാൻ പോവാണ്. അപ്പോൾ വീഡിയോ തീർന്നു. ഗുഡ് ബൈ, പിന്നെ കാണാം.